സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷം നമ്മെ ഒരു തെറ്റ് തിരുത്തലിലേക്ക് കൊണ്ടുവരികയാണ്. അതായത് സുവിശേഷം പ്രസംഗിക്കുന്നത് യേശുവിൻ്റെ നാമത്തിലാണെങ്കിൽ എങ്ങനെയായിരുന്നാലും അതിനെ അനുവദിച്ചു കൊള്ളാനാണ് ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞത്. നമ്മുടെ കൂടെ തന്നെ അവർ ചേരണമെന്ന് നിർബന്ധമൊന്നുമില്ല. എൻ്റെ പേരിലാണ് അവർ പിശാചിനെ ഒഴിവാക്കുന്നതെങ്കിൽ അവർ നമ്മുടെ കൂടെ തന്നെയാണ് എന്നാണ്. അതായത് നമ്മൾക്ക് മനസ്സിലാവുകയാണ് ഈശോയാണ് അവരിൽ പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലായാൽ അവർക്ക് ആവശ്യമായ സപ്പോർട്ട് ചെയ്തു കൊടുക്കുക, സഹായിക്കുക. എനിക്കൊരു ഹൈന്ദവ സഹോദരനുണ്ട്. അവൻ്റെ പേര് സതീഷ് എന്നാണ്. അവനെ ഞാൻ പരിചയപ്പെട്ടത് 20 വർഷം മുമ്പാണ്. അന്ന് അവനൊരു ആക്സിഡൻറ്റിൽ 18 വർഷമായി കിടപ്പിലായിരുന്നപ്പോഴാണ് എനിക്കവനെ ഒന്ന് കേൾക്കാൻ കഴിഞ്ഞത്. അത് മറ്റൊരു സാഹചര്യത്തിലാണ് കേട്ടത് എങ്കിലും ഞാൻ അവരോട് ഫോൺ നമ്പർ മേടിച്ച് ആ വ്യക്തിയെ ബന്ധപ്പെടുകയായിരുന്നു. ഞാൻ ചോദിച്ചു, എന്തുണ്ട് സഹോദര വിശേഷം? പെട്ടെന്ന് 18 വർഷമായി കട്ടിലിൽ തളർന്നു കിടക്കുന്ന ഹൈന്ദവ സഹോദരൻ എന്നെ ഒരു വചനം അവൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിപ്പിച്ചു. അത് സങ്കീർത്തന പുസ്തകം 4-ാം അധ്യായം 7-ാം വചനമായിരുന്നു. ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിലേറെ ആനന്ദം എൻ്റെ കർത്താവ് എന്നിൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്ന്. ഞാൻ പല വചനങ്ങളും പല പ്രാവശ്യം ആവർത്തിച്ച് വായിച്ചു പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഒരൊറ്റ വചനം അവൻ്റെ വാക്കുകളിൽ നിന്ന് കേട്ടപ്പോഴേ ഞാൻ കാണാതെ പഠിച്ചു. കാരണം ഈ 18 വർഷമായി തളർന്നു കിടന്നിട്ടും കർത്താവിൻ്റെ സുവിശേഷവുമായി യാത്ര ചെയ്യുന്നുണ്ടല്ലോ എന്ന് കരുതിയപ്പോൾ, ഇന്നിപ്പോൾ അവന് 48 വയസ്സുണ്ട്. ഇന്നും അവൻ വീൽ ചെയറിലിരുന്ന് യേശുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എനിക്ക് കിട്ടിയ മുതൽക്കൂട്ടാണ് ഇങ്ങനെയുള്ള ചില സുഹൃത്തുക്കൾ. ഇന്ന് ഈ ശുശ്രൂഷ ചെയ്യുന്നതും ഈശോ എന്നെ ആ രീതിയിൽ നടത്തുന്നു എന്നുള്ള വലിയ ബോധ്യത്തോടെയാണ്. സ്നേഹമുള്ള സഹോദര സഹോദരി, നമ്മുടെ ഈശോ നമ്മെ സഹായിക്കുന്നത് ഓരോ സമയവും എങ്ങനെയാണെന്ന് മനസ്സിലാക്കി ജീവിക്കുവാൻ നമുക്കാകട്ടെ. അതിനായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ സഹായിക്കണേ. വിശുദ്ധ യോസേപ്പ് പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.